കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യം. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് യേശുവിനെ വിട്ടുമാറി. മരുഭൂമിയിൽ 40 ദിവസങ്ങൾ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന പോലെ ശരീരത്തിനാവശ്യമായ ഒരു വിശപ്പ്, മനസ്സിൻ്റെ ഒരു വിശപ്പ്, ആത്മാവിൻ്റെ ഒരു വിശപ്പ്, തിരിച്ച് വേറെ രീതിയിൽ നമുക്ക് പറയാം ജഡപരമായൊരു പരീക്ഷ, ലോകമോഹങ്ങളിലുള്ളൊരു പരീക്ഷ, സ്വയത്തിൻ്റെ പിടിയിൽ നിന്ന് ഫ്രീ ആയോ എന്നുള്ളൊരു പരീക്ഷ. എന്തായാലും പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. 3 കാര്യങ്ങളെ എഴുതിയുള്ളെങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞു സകല പരീക്ഷയും തികഞ്ഞു. ഈ സകല പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ എന്ത് തെറ്റിയതെന്ന് നോക്കിയാൽ മതി. യേശു അനുഭവിച്ച പരീക്ഷ എന്താണെന്ന് അറിയാം. 40 ദിവസത്തിൽ കർത്താവ് തെളിയിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയില്ലേ? അവൻ്റെ കാൽ ചുവട്ടിൽ നടന്നാൽ മതി, അവൻ്റെ നാമത്തിൽ നടന്നാൽ മതി, നമുക്ക് ഈ മരുഭൂമി ഈസിയായി കിടക്കാം. ഇനി 1 കൊരിന്ത്യർ 10 മരുഭൂമിയിലെ 40 വർഷം അവർ ചെയ്ത തെറ്റുകൾ എഴുതിയിട്ടുണ്ട്. 1, അവർ മോഹിച്ചു, ദുർമോഹികളായിരുന്നു. തിന്നാനിരുന്നു, കുടിക്കാനിരുന്നു, ഡാൻസ് കളിക്കാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ, ഇപ്പോൾ എൻജോയ് ചെയ്യുക. ഇന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ചെയ്ത കാര്യത്തിന് പറയുന്ന പേരാണ് വിഗ്രഹാരാധന. വേറെ ദൈവമല്ല ഇപ്പോൾ അവരുടെ ദൈവം, വേറെ പല കാര്യങ്ങളാണ് ദൈവം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ രാത്രി ഉറങ്ങുന്നവരെ മനുഷ്യൻ്റെ പല കാര്യങ്ങളിൽ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കാൻ സമയമില്ലാതായി, വിഗ്രഹാരാധിയായിരിക്കുന്നു. ചിലർ പരസംഗം ചെയ്തു, ചിലർ ദൈവത്തെ പരീക്ഷിച്ചു, നശിച്ചുപോയി. ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചുപോയി. പിറുപിറുപ്പ് വലിയ തെറ്റായിട്ട് കാണുന്നില്ലെന്നുള്ളതാണ്. പക്ഷേ സഭയുടെ അകത്ത് പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ ചെണ്ട കൊട്ടി നടക്കുന്നതിനേക്കാളും മുഴക്കത്തിൽ സ്വർഗത്തിൽ കേട്ടോണ്ടിരിക്കുക. കാരണം സഭയിൽ അത് വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ബ്ലോക്കാകുകയാണ്. സഭയുടെ നിലനിൽപ്പ് തന്നെ പരസ്പരമുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. സഹോദരങ്ങൾ തമ്മിൽ ക്ഷമിച്ച് ഒരുവനാൽ ഒരുവനോട് ഒടുങ്ങിപ്പോകരുത്, പിന്നെയോ ഒരുത്തനോടൊരുത്തൻ ഞരങ്ങിപ്പോകരുത്. കാരണം ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. എല്ലാവരും സഭയുടെ അകത്ത് കയറി ആരാധന തുടങ്ങുമ്പോൾ ന്യായാധിപതിയായ ദൈവം വന്ന് വാതിൽക്കൽ നിന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുക. പിറുപിറുത്താ പോയില്ലേ? ഉള്ളിൽ പിറുപിറുക്കുന്ന കാര്യമാണേ. അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് വീണ്ടും താക്കോൽ വാചകത്തിലേക്ക് വരാം. സകല പരീക്ഷയും തികച്ചു. കല്ലിനോട് അപ്പമാകാൻ പറയുമ്പോൾ യേശു പറയുന്നത് ശ്രദ്ധിച്ചോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ അപ്പവും വേണം, വചനവും വേണം. ആരാധനയുടെ വിഷയം വരുമ്പോഴോ ദൈവത്തെ മാത്രം. 3ാമത്തെ പരീക്ഷ ശ്രദ്ധിച്ചില്ലേ? വചനത്തിൽ നിന്ന്, അതായത് വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വന്നിട്ട് പരീക്ഷിക്കും. അപ്പം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചെയ്താൽ എന്താണെന്ന ചോദ്യം. എന്ത് മറുപടി പറയും? ആ മറുപടി കിട്ടുന്നത് പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥിക്കുമ്പോഴാണ് ഏത് വചനമാണ് എവിടെയാണ് ആപ്ലിക്കബിൾ ആണെന്നത് എന്നൊരു വിശുദ്ധന് പരിശുദ്ധാത്മാവ് അരുളപ്പാടായിട്ട് തരുന്നത്. അതിലാണ് സാത്താൻ വീഴുന്നത്. അതായത് എഴുതപ്പെട്ട വചനം നമ്മൾ അതുപോലെ പറയുന്നു. നമ്മുടെ സമർപ്പണത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് അവനെ മാത്രം ആരാധിക്കുന്നു. ലോകത്തോട് നോ പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനാമുറിയിൽ അരുളപ്പാട് പ്രാപിച്ച് പിശാചിൻ്റെ മുഖങ്ങളെ ഒടിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിന്. ആമേൻ.